ഭാരതം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരിട്ട ഇന്ത്യയല്ല. ഭാരതം എന്ന് പറഞ്ഞാൽ ഭൂമി ഒട്ടാകെയുള്ള എല്ലാ ജീവജാലങ്ങളെയും നാം ആരും അന്യരല്ല എന്നും സ്വമേധയാ ബോധിപ്പിച്ച് അന്യോന്യം ആശയവിനിമയം നടത്താൻ പറ്റുന്ന ആ ആശയവിനിമയങ്ങളും അതല്ലാതെ ആംഗ്യഭാഷകൾ ഉപയോഗിച്ച് ആംഗ്യഭാഷകളിലും അതല്ലാതെ എന്താ പറയേണ്ടത് ഒച്ചപ്പാടുകൾ പുറത്തേക്ക് വിട്ട് അതിനെ ഏകോപിച്ച് പോകുന്ന ജീവജാലങ്ങളും ഞാൻ പറഞ്ഞ തീരൂല. അത്രയും ജീവജാലങ്ങൾ ഉൾക്കൊണ്ട ഭൂമിയെ ആണ് ആദർശപരമായും മനുഷ്യത്തരമായും ചിന്തിച്ച മനുഷ്യൻ ഭൂമിക്ക് ഭാരതം എന്ന നാമനിർദ്ദേശം ചെയ്തത്. എന്നാൽ ആ നിർദ്ദേശവും ആശയവും ഉള്ള സമയങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന രീതിയിൽ തന്നെ വെട്ടിപ്പിടിക്കുക, കട്ടുമുടിക്കുക, പിന്നെ കുറേ അലമ്പ് പറയാനുണ്ട്, അതൊന്നും പറയാനില്ല. അത്തരം രീതിയിലുള്ള ജീവജാലങ്ങളെ ആശയപരമായി കൈകാര്യം ചെയ്ത് തിന്നും കൊന്നും നക്കിയും ജീവിച്ചു പോകുന്ന ഭൂമുഖത്ത് ഇന്നത്തെ മാതിരി പലതരത്തിലുള്ള എന്ത് കണ്ടുപിടിച്ചതാണ്? ജീവജാലങ്ങളെ കൊല്ലുന്ന രീതിയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഒരു ജീവജാലങ്ങളെയും വേണ്ട രീതിയിൽ വളർത്തി വലുതാക്കി അവറ്റകളെ അവളേതായ ജീവിതശൈലി അവസാനിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു നയവും ഇരുകാലി മൃഗമായ ഞാനടക്കം കണ്ടെത്തിയില്ല, നടക്കുന്നില്ല. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ്, സത്യമാണ് ഇന്ന് ഈ പറയുന്ന ഭൂപ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ മനുഷ്യ, നീയും ഈ ഭൂമുഖത്തെ ഒരു ജീവിയാണ്. അതിനാൽ നീ മറ്റുള്ള ജീവജാലങ്ങളെ ഉപദ്രവിക്കും, കൊന്നടുക്കിയിട്ട് എൻ്റെ അമ്മാരത്തേക്കൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല, പന്നീൻ്റെ മോനെ എന്നൊരു ഓർമ്മയുണ്ടായിരുന്നു അന്ന്. ഗോകുലൻ പാറമൽ ആനറങ്ങാടി പള്ളിക്കുന്ന്, മലപ്പുറം ജില്ല, കേരളം. ഭൂമുഖത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഏക ജീവി ആണ് ഞാൻ.